കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി സബാസിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. ആന്തരികാവയവങ്ങൾക്കേറ്റ ഗുരുതര പരിക്ക് മൂലമാണ് മരണം എന്നാണ് കണ്ടെത്തൽ. ചീട്ടുകളിക്കിടെ സെബാസ്റ്റ്യനെ മർദ്ദിച്ച കുഞ്ഞുമോനെ അറസ്റ്റ് ചെയ്തു. ടോബി ജോൺസൺ ആ വാർത്തയുടെ വിവരങ്ങളുമായി. ടോബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആഷ്മി സ്മിത. ഏവരും ഒരു ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് കഴിഞ്ഞ ജൂൺ 16-ാം തീയതി ഇദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആ സമയത്തൊന്നും തന്നെ ഇത്തരത്തിലൊരു മർദ്ദനമേറ്റതായിട്ടോ ഒരു സംഘർഷം ഉണ്ടായതായിട്ടോ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. ഇദ്ദേഹവും സെബാസ്റ്റ്യനും ഇത് അധികമാരോടും പറഞ്ഞില്ല. സ്കൂട്ടറിൽ മറ്റൊരാൾ സുഹൃത്തിനൊപ്പം പോകുമ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. തുടർന്ന് ഈ സുഹൃത്ത് തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത് എടുത്തു പറഞ്ഞാൽ വാരിയല് ഒടിയുകയും അതുപോലെ തന്നെ ഈ സ്പ്ലീനിലേക്ക് ഇത് കൊണ്ടുകയറുകയും മുറിവുണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു സംശയത്തിനിട വരുത്തി ഡോക്ടർമാർക്ക്. അത് പോലീസിനോട് പറയുന്നു. തുടർന്ന് പോലീസാണ് വിശദമായിട്ടുള്ളൊരു അന്വേഷണത്തിലേക്ക്, ഏറ്റുമാനൂർ പോലീസാണ്, ഏറ്റുമാനൂർ SHOയുടെ നേതൃത്വത്തിൽ വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടക്കുന്നു. അങ്ങനെ ചോദ്യം ചെയ്യൽ നടന്നപ്പോഴാണ് ഇത്തരത്തിൽ ഈ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഒരു സംഘർഷം ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നത്. ചീട്ടുകളി കേന്ദ്രത്തിൽ വെച്ചായിരുന്നു. അവിടെ ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുമോൻ എന്ന് പറയുന്ന വ്യക്തിയുമായി സെബാസ്റ്റ്യൻ വാക്കുതർക്കം ഉണ്ടാകുകയും സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. അവിടെ വെച്ച് മാരകമായിട്ടുള്ള പരിക്ക് ഏറ്റു എന്നാണ് പോലീസിന് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത്. അപ്പോഴാണ് ഈ ഗുരുതരമായ പരിക്ക് വാരിയലിനും അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്കും ഉണ്ടായതെന്ന് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. തുടർന്ന് ഈ കഴിഞ്ഞ 28-ാം തീയതിയാണ് ചികിത്സയിലിരിക്കെ സെബാസ്റ്റ്യൻ മരിച്ചത്. അത് ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ഈ കുഞ്ഞുമോൻ എന്ന് പറയുന്ന 71 വയസ്സുകാരനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇദ്ദേഹത്തെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാഷ്മി സ്മിത. ടോബി ജോൺസണാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.